സംഘപരിവാറുകാർ നന്ദിയില്ലാത്തവരാണെന്ന് ഇനി ആരും പറയരുത്. നല്ലവരും സ്നേഹനിധികളും നന്ദിയുള്ളവരും ഒക്കെയാണവർ. അല്ലെങ്കിൽ ഭാരതരത്ന ആദായ വിൽപ്പന നടത്തിയ വഴി PV നരസിംഹറാവുവിനെ ഓർക്കുമോ? ചൗധരി ചരൺ സിംഗിനെ ഓർക്കുമോ? കർപ്പൂരി ഠാക്കൂറിനെ ഓർക്കാൻ വല്ല സാധ്യതയുമുണ്ടോ? മുമ്പ് ഒരു വർഷം പരമാവധി 3 പേർക്ക് നൽകിയിരുന്ന ഭാരതരത്ന ഇക്കൊല്ലം 5 ആക്കിയിരിക്കുന്നതിലൂടെ BJP ചില്ലറ ലക്ഷ്യം വെക്കലൊന്നുമല്ല നടത്തിയിട്ടുള്ളത്. BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂർ, മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, കാർഷിക ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ എന്നിവർക്കാണ് ഈ വർഷം പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ തേടി 1990-ൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുതൽ അയോധ്യയിലേക്ക് അദ്വാനി നടത്തിയ രഥയാത്രയാണ് BJPക്ക് രാജ്യത്ത് അടിത്തറയിട്ടത്. ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്നതിന് തൊട്ടു പിന്നാലെ നടന്ന പ്രഖ്യാപനത്തിൽ LK അദ്വാനിക്ക് ഭാരതരത്ന നൽകി. ഇതിനു പിന്നാലെ ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ നരസിംഹറാവുവിനും ഭാരതരത്ന പ്രഖ്യാപിച്ചു. ബാബരി മസ്ജിദ് തകർക്കാൻ നരസിംഹറാവു മൗനാനുവാദം നൽകിയെന്നും കർസേവകരെ തടയാൻ ഇടപെട്ടില്ലെന്നുമുള്ള ആരോപണം നേരത്തെ മുതൽ തന്നെ ശക്തമാണ്. അതായത് 1992 ഡിസംബർ 6-ന് ഒരക്ഷരം ഉരിയാടാതെ ഇരുന്ന ഇരിപ്പിനുള്ള ഉപകാര സ്മരണയാണ് ഭാരതരത്ന. മസ്ജിദ് പൊളിക്കാൻ രഥയാത്ര നടത്തിയ അദ്വാനിക്ക് ഭാരതരത്ന കൊടുക്കുമ്പോൾ പള്ളി പൊളിക്കാൻ എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊടുത്ത പ്രമുഖ കോൺഗ്രസ് നേതാവ് നരസിംഹറാവുവിനെ മറക്കുന്നത് ശരിയല്ലല്ലോ. ഭാരതരത്നയുടെ പേര് മാറ്റി അയോധ്യ രത്ന എന്നുകൂടി ആക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി വെടിപ്പാകുമായിരുന്നു. നന്ദി പ്രകടനം മാത്രമല്ല, അതിനപ്പുറം ഇതെല്ലാം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കളികളാണല്ലോ. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറന്നിട്ട് BJPക്ക് എന്തു ബഹുമതി, എന്തു പുരസ്കാരം? RLDയുമായി ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് സഖ്യം രൂപീകരിക്കുന്നതിനുള്ള ചർച്ച സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചരൺ സിംഗിന്റെ കൊച്ചുമകൻ ജയന്ത് ചൗധരിയാണ് ഇപ്പോൾ RLDക്ക് നേതൃത്വം നൽകുന്നത്. സഖ്യ ചർച്ച നടന്ന ഘട്ടത്തിൽ തന്നെ ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന നൽകണമെന്ന ഉപാധി ജയന്ത് ചൗധരി മുന്നോട്ട് വെച്ചിരുന്നു എന്ന ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ചരൺ സിംഗിന് ബഹുമതി ലഭിച്ചതിന് പിന്നാലെ പ്രഖ്യാപനം ഹൃദയം കവർന്നെന്ന ജയന്ത് ചൗധരിയുടെ പ്രതികരണം ഒരുമിച്ചുള്ള മുന്നോട്ടു പോക്കിന്റെ സൂചനയാണ്. നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് RLD. BJPക്ക് സ്വാധീനം തീരെ കുറവുള്ള പടിഞ്ഞാറൻ UPയിലെ ചില മേഖലകൾ RLDയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. RLDയെ ഒപ്പം നിർത്തി ജാട്ടു സമുദായത്തിന്റെ പിന്തുണയോടെ മേഖലയിൽ നേട്ടമുണ്ടാക്കാമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. അതിനുള്ള തുറുപ്പ് ചീട്ടാണ് ചൗധരി ചരൺ സിംഗിന്റെ ഭാരതരത്ന. പിന്നാക്ക രാഷ്ട്രീയത്തിന്റെ വക്താവും പ്രയോക്താവുമായിരുന്ന കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചത് ബീഹാർ രാഷ്ട്രീയത്തെ വീണ്ടും കലക്കിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് 26% സംവരണം ഏർപ്പെടുത്തിയതിന്റെ പേരിൽ സംഘപരിവാർ ശക്തികളുടെ വേട്ടയാടലിന് വിധേയനായ നേതാവാണ് കർപ്പൂരി ഠാക്കൂർ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഖ്യാതി തട്ടിയെടുക്കാനാണ് BJP ശ്രമം. പ്രഖ്യാപനത്തിന് പിന്നാലെ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ട് NDAയിലെത്തി. കൂട്ടത്തിൽ തീർത്തും നിഷ്കളങ്കമെന്ന് തോന്നിപ്പിക്കാൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവും പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞനുമായ MS സ്വാമിനാഥനും ഭാരതരത്ന പ്രഖ്യാപിച്ചു. MS സ്വാമിനാഥന് ഭാരതരത്ന നൽകണമെന്ന ആവശ്യം കേരളത്തിലെ LDF സർക്കാർ പലതവണ ഉയർത്തിയിരുന്നതാണ്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴാണ് ഈ ആദരവ് അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നതെങ്കിൽ ഏറെ സന്തോഷമാകുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം പ്രതികരിച്ചത്. പക്ഷെ BJPയെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരം സന്തോഷങ്ങൾ LK അദ്വാനിയെ പോലെയുള്ളവർക്ക് മാത്രം അർഹതപ്പെട്ടതാണ്.